ഹായ്, ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് എലമെൻ്റ് ഓഫ് റൈറ്റിംഗ് എന്നുള്ള മൊഡ്യൂളിലെ റെട്രിക്കൽ മോഡ്സ് എന്നുള്ള കാറ്റഗറിയിൽ മൂന്നാമത്തെ റെട്രിക്കൽ മോഡായിട്ടുള്ള ഇല്ലുസ്ട്രേഷനാണ്. ഇല്ലുസ്ട്രേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ എക്സാമ്പിൾ സഹിതം കാര്യങ്ങൾ വിശദമാക്കുന്നതിനെയാണ് ഇല്ലുസ്ട്രേഷൻ എന്ന് പറയുക. ഇല്ലുസ്ട്രേഷൻ ഈസ് എ റെട്രിക്കൽ മോഡ് എയിംഡ് അറ്റ് എക്സ്പ്ലെയിനിങ് സംതിങ് വിത്ത് എക്സാമ്പിൾസ്. നമ്മൾ എക്സാമ്പിൾ സഹിതം ഒരു സംഭവത്തെ എക്സ്പ്ലെയിൻ വിശദീകരിക്കുന്നതിനെയാണ് എന്ത് പറയുന്നത് ഇല്ലുസ്ട്രേഷൻ എന്ന് പറയുന്നത്. ഇല്ലുസ്ട്രേഷൻ ഈസ് എ റെട്രിക്കൽ മോഡ് എയിംഡ് അറ്റ് എക്സ്പ്ലെയിനിങ് സംതിങ് വിത്ത് എക്സാമ്പിൾ. നമ്മളെ ഉദാഹരണ സഹിതം എന്തെങ്കിലും ഒരു കാര്യത്തെ വിശദമായിട്ട് എഴുതുന്നതിനെയാണ് എന്ത് പറയുക, ഇല്ലുസ്ട്രേഷൻ എന്ന് പറയുക. ഇനി പറയണം, ഇഫ് യുവർ ഇൻസ്ട്രക്ഷൻ ആസ്ക് യു ടു റൈറ്റ് എ പ്രോബ്ലം ഫേസ്ഡ് ബൈ സിറ്റി ഇൻ depositing its solid waste or the hazard of solid waste, you are very likely to use photograph of spilling waste in the street to explain a point. ഇപ്പം ഇതിലൊരു എക്സാമ്പിൾ പറഞ്ഞപ്പം നമ്മൾ എക്സാമ്പിൾ സഹിതം കാര്യങ്ങൾ വിശദീകരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളോട് ഒരു എന്താ പറയുക, നമ്മുടെ നാട്ടിൽ വേസ്റ്റ് ഇട്ടിട്ടുള്ള ബുദ്ധിമുട്ട് ഉള്ളതിനെ കുറിച്ചിട്ട് ബുദ്ധിമുട്ടിനെ കുറിച്ചിട്ട് എഴുതാൻ പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ആ വേസ്റ്റ് ഡെപ്പോസിറ്റ് ചെയ്ത ഫോട്ടോഗ്രാഫി എടുത്തിട്ട് അതും കൂടെ അതിൽ വെക്കുക. ആ ഫോട്ടോഗ്രാഫി സഹിതം അത് വ്യക്തമാക്കുമ്പോൾ എന്തായാലും നമുക്കൊന്നും കൂടെ ക്ലിയറായിട്ട് വ്യക്തമായിട്ട് മനസ്സിലാവും. അതിന് വേണ്ടിയിട്ടാണ് എക്സാമ്പിൾസ് ഉപയോഗിക്കുന്നത്. A photograph can be used as an example in illustrative paragraph or essay. It would give a clear idea about what exactly you are trying to explain. It gives clear idea about your topic of explain. നിങ്ങൾ ഏത് ടോപ്പിക്കിനെ കുറിച്ചിട്ടാണോ, നിങ്ങൾ വേസ്റ്റ് ഡെപ്പോസിറ്റ് ചെയ്യുന്നതിനെ കുറിച്ചിട്ടാണ് എഴുതുന്നതെങ്കിൽ അതിൻ്റെ ഫോട്ടോഗ്രാഫി എടുത്താൽ അത് കുറച്ചും കൂടെ നന്നാവും. പിന്നെ വേറെ എക്സാമ്പിൾ പറഞ്ഞത്, ഇപ്പോൾ ലിറ്ററേച്ചർ സ്റ്റുഡൻസ് ആയിട്ടുള്ള ആൾക്കാർ നിങ്ങളും പഠിച്ചിട്ടുണ്ട്, സിമിലി, മെറ്റഫർ, കുറേ ഫിഗേഴ്സ് ഓഫ് സ്പീച്ചൊക്കെ പഠിച്ചിട്ടുണ്ടല്ലേ. അപ്പം മെറ്റഫർ എന്ന് പറഞ്ഞ് ഞാൻ പറയാണ്, ഒരു വസ്തുവിനെ എന്താണ് ഇൻഡയറക്റ്റായിട്ട് കമ്പയർ ചെയ്യുന്നതാണ് മെറ്റഫർ എന്ന് പറയുക. അപ്പം മൈ ലവ് ഈസ് റെഡ് റോസ് എന്ന് പറയുമ്പോൾ അത് മെറ്റഫർ ആണെന്ന് ഞാൻ പറയുന്നത് ഏറ്റവും നല്ലത്. നിങ്ങൾ പഠിക്കുന്ന പോയമിൽ ഒരു എക്സാമ്പിൾ ഒരു ലൈന് പറഞ്ഞാൽ കുറച്ചും കൂടെ വേഗം മനസ്സിലാവും. അതാണ് ഇതിൻ്റെ ഒരു ഉദ്ദേശം. ഓക്കെ, നമ്മൾ എക്സാമ്പിൾ സഹിതം കാര്യങ്ങൾ പറയുക. Any essay and persuasive or argumentative essay may require a lot of illustration to explain a point. അല്ലേ, നമുക്കറിയാം ഒരിപ്പം ആർഗ്യുമെൻറ്റേറ്റീവ് എസ്സേ ആണെങ്കിലും, ഇല്ലുസ്ട്രേറ്റീവ് എസ്സേ, ആർഗ്യുമെൻറ്റേറ്റീവ് എസ്സേ ആണെങ്കിലും, പെർസുവേസീവ് എസ്സേ ആണെങ്കിലൊക്കെ അതിനൊക്കെ നമുക്ക് എന്ത് വേണം, requires a lot of illustration to explain a point very clearly. ഒരു പോയിൻ്റ് വ്യക്തമായിട്ട് മനസ്സിലാണെങ്കിൽ നമ്മൾ എക്സാമ്പിൾ സഹിതം പറയണം. ഇപ്പോൾ നമുക്കറിയാം, ചെറിയ കുട്ടികൾക്ക് ക്ലാസ് എടുക്കുകയാണെങ്കിൽ, വലിയ മക്കൾക്ക് നമ്മൾ ക്ലാസ് എടുക്കുകയാണെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ എക്സാമ്പിളൂടെ പറയുമ്പോൾ മക്കൾ പെട്ടെന്ന് അത് ക്യാച്ച് ചെയ്യും അല്ലേ. ഓക്കെ, അതാണ് ഇല്ലുസ്ട്രേഷൻ അല്ലെങ്കിൽ ഇല്ലുസ്ട്രേറ്റീവ് എസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇൻ ഫീച്ചേഴ്സ് ഓഫ് ഇല്ലുസ്ട്രേറ്റീവ് റൈറ്റിംഗ്, എന്തൊക്കെയാണ് ഇല്ലുസ്ട്രേറ്റീവ് റൈറ്റിങ്ങിൻ്റെ ഫീച്ചേഴ്സ് എന്നുള്ളതാണ്. ലൈക്ക് അതർ റൈറ്റിംഗ് സ്റ്റൈൽ, ഇല്ലുസ്ട്രേഷൻ ഡസ് നോട്ട് ഹാവ് എ വെൽ ഡിഫൈൻഡ് പാറ്റേൺ. ഫസ്റ്റ് അതാണ് മനസ്സിലാക്കേണ്ടത്. ഒരു വെൽ ഡിഫൈൻ ആയിട്ടുള്ള ഒരു പാറ്റേൺ, പൂർണ്ണ അർത്ഥത്തിലുള്ള ഡെഫിനിഷൻ നമുക്ക് ഇല്ലുസ്ട്രേറ്റീവ് എസ്സേക്ക് കൊടുക്കാൻ പറ്റൂല. എന്നിരുന്നാലും എന്തൊക്കെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന് പറയണം. ദ എക്സാംപ്ലിഫിക്കേഷൻ ഈസ് സംടൈംസ് യൂസ്ഡ് ടു റെഫർ ഇല്ലുസ്ട്രേറ്റീവ് റൈറ്റിംഗ്. എക്സാംപ്ലിഫിക്കേഷൻ മീൻസ് എക്സാമ്പിൾസ് യൂസ്ഡ് ടു റെഫർ ടു ഇല്ലുസ്ട്രേറ്റീവ് റൈറ്റിംഗ്. എക്സാമ്പിളാണ് നമ്മൾ ഇല്ലുസ്ട്രേറ്റീവ് എസ്സേസ് എന്ന് പറയുന്നുണ്ട് ഉദ്ദേശിക്കുന്നത്. എക്സാംപ്ലിഫിക്കേഷൻ ഈസ് സംടൈംസ് യൂസ്ഡ് ടു റെഫർ ഇല്ലുസ്ട്രേറ്റീവ് റൈറ്റിംഗ്. ഇനി നമുക്കതിനൊരു എക്സാമ്പിൾ പറയാണ്. When you write essay using exemplification or illustration, you make statement and give example for each statement. ഓരോ സ്റ്റേറ്റ്മെൻറ്റിനും വ്യക്തമായിട്ടുള്ള എക്സാമ്പിൾസ് കൊടുക്കണം. ഫോർ എക്സാമ്പിൾ, എ നമ്പർ ഓഫ് റാങ്കിങ് കേസസ് were reported on the reopening day in the college. നമ്മൾ റീഓപ്പൺ ചെയ്യുന്ന ഫസ്റ്റ് ഡേയിൽ കോളേജിൽ റാങ്കിങ് കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നു. For instance, 5 final year students barged into first year class
and demanded money from students and warned the first year students of adverse consequence if they reported the matter to the principal. അപ്പം റാഗിങ് ഉണ്ടെന്ന് നമ്മൾ വെറുതെ പറഞ്ഞു നിർത്തുന്നതിനപ്പുറത്തേക്കും അതിൻ്റെ എക്സാമ്പിൾ കൊടുക്കുക. 5 ഫൈനൽ ഇയർ സ്റ്റുഡൻസ് എന്ത് ചെയ്തു, ഫസ്റ്റ് ഇയർ ക്ലാസ്സിൽ കയറി ഇവിടെ ക്യാഷ് ആവശ്യപ്പെട്ടു. അവരിനി ഇത് റിപ്പോർട്ട് ചെയ്താൽ അവർക്ക് നല്ല പണിഷ്മെൻറ്റ് കിട്ടുമെന്നൊക്കെ അവരെ വാൺ ചെയ്തു എന്ന് നമ്മൾ എക്സാമ്പിൾ സഹിതം എഴുതിയാൽ ആ പറഞ്ഞ കാര്യം, ഏത് കാര്യം, നമ്മളെ കോളേജിൽ റാഗിങ്, ഫസ്റ്റ് ഇയർ റാഗിങ് നടക്കുന്നുണ്ട് എന്നുള്ള കാര്യം ഒന്നും കൂടെ വ്യക്തമായിട്ട് ആൾക്കാർക്ക് മനസ്സിലാവും അല്ലേ. ഓക്കെ, എ സ്റ്റേറ്റ്മെൻറ്റ് ക്യാൻ ഹാവ് മോർ ദാൻ 1 ഇല്ലുസ്ട്രേഷൻസ്. ഒരു സ്റ്റേറ്റ്മെൻറ്റിന് തന്നെ 1, 2 അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ എക്സാമ്പിൾസ് നമുക്ക് വെക്കാൻ പറ്റും. ഒന്നിൽ കൂടുതൽ എക്സാമ്പിൾസ് നമുക്ക് വെക്കാൻ പറ്റും. ഓക്കെ, എ സ്റ്റേറ്റ്മെൻറ്റ് ക്യാൻ ഹാവ് മോർ ദാൻ 1 ഇല്ലുസ്ട്രേഷൻസ്. സം ഓഫ് ദ കോമൺ ഫീച്ചേഴ്സ് ഓഫ് ഇല്ലുസ്ട്രേറ്റീവ് റൈറ്റിംഗ് ഇൻക്ലൂഡ് ദ ഫോളോയിങ്. ഏതൊക്കെയാണത് എന്ന് പറയുകയാണ്. നിങ്ങളുടെ ബുക്കിൽ വളരെ വൃത്തിയായിട്ട് കൊടുത്തിട്ടുണ്ട്. Illustrative essay presents a controlling idea which is done using examples. Illustrative essays present a controlling idea which is done using examples. അല്ലെങ്കിൽ ഇങ്ങനെ പറയാം, illustrative essay presents a controlling idea with examples. ഒന്നാമത്തെ പോയിൻ്റായിട്ട് നിങ്ങൾ എഴുതേണ്ടതാണ്. Illustrative essay presents a controlling idea with എക്സാമ്പിൾസ്. ഇപ്പോൾ ഒരു കൺട്രോൾഡ് ആയിട്ട് അതിൻ്റെ ഫുൾ കൺട്രോൾ നമ്മുടെ കയ്യിലാവും. എക്സാമ്പിൾസ് ആയി നമുക്ക് വളരെ വൃത്തിയായിട്ട് വ്യക്തമായിട്ട് പറയാൻ പറ്റും. അപ്പം ഇല്ലുസ്ട്രേറ്റീവ് എസ് എ പ്രസൻസ് എ കൺട്രോളിങ് ഐഡിയ വിത്ത് എക്സാമ്പിൾ. അതാണ് ഫസ്റ്റ് പോയിന്റ്. നെക്സ്റ്റ്, എക്സാമ്പിൾ സെർവ് ആസ് എവിഡൻസ് ഫോർ യുവർ സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് ക്ലെയിം. നിങ്ങൾ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ എവിഡൻസ് ആണെന്ത് ആ എക്സാമ്പിൾസ് അല്ലെങ്കിൽ എക്സംപ്ലിഫിക്കേഷൻസ്. എക്സാമ്പിൾ സെർവ്സ് അല്ലെങ്കിൽ എക്സംപ്ലിഫിക്കേഷൻ സെർവ് ആസ് എ എവിഡൻസ് ഫോർ യുവർ സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് ക്ലെയിംസ്. അതാണ് സെക്കൻഡ് പോയിന്റ്. മൂന്നാമത്തെ പോയിന്റ്, യൂസ് സ്പെസിഫിക് ആൻഡ് അപ്രോപ്രിയേറ്റ് എക്സാമ്പിൾ ടു എക്സ്പ്ലെയിൻ സ്റ്റേറ്റ്മെൻറ്റ്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. യൂസ് ആപ്റ്റ് എക്സാമ്പിൾ ഫോർ ദി സ്റ്റേറ്റ്മെൻറ്റ് ഓർ യുവർ ടോപ്പിക്. അങ്ങനെ ഏതായാലും മതി. യൂസ് അല്ലെങ്കിൽ സെലക്ട് ആപ്റ്റ് എക്സാമ്പിൾ ഫോർ യുവർ ടോപ്പിക്. ആപ്റ്റ് ആയിട്ടുള്ള എക്സാമ്പിൾ നമ്മൾ സെലക്ട് ചെയ്യണം. നമ്മുടെ സ്റ്റേറ്റ്മെൻ്റ് ഒന്നും എക്സാമ്പിൾ വേറെ ഒന്നും ആയാൽ അതിന് റെലവൻസ് ഇല്ല. ഓക്കെ, യൂസ് അപ്രോപ്രിയേറ്റ് അല്ലെങ്കിൽ ആപ്റ്റ് എക്സാമ്പിൾ ഫോർ യുവർ സ്റ്റേറ്റ്മെൻറ്റ്. അടുത്തത് എന്താണ്? ഓഡിയൻസ് ടേക്ക് ഇൻ ടു അക്കൗണ്ട് വൈൽ സെലക്ടിങ്. കൺസിഡർ യുവർ ഓഡിയൻസ്. അതാണ് അടുത്തത്. കൺസിഡർ യുവർ ഓഡിയൻസ്. നമ്മൾ ഓഡിയൻസിനെ കൺസിഡർ ചെയ്യണം. എക്സാമ്പിൾ പറയുമ്പോൾ പണ്ട് കാലത്ത് ഓഡിയൻസിനൊന്നും നിങ്ങൾ ഓഡിയൻസ് ആരാന്ന് നമ്മൾ എന്ത് സംസാരിക്കുകയാണെങ്കിലും ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് വേണ്ട ഒരു കാര്യം എന്താണ്? നമുക്ക് നമ്മുടെ ഓഡിയൻസ് ആരാന്ന് മനസ്സിലാക്കിയിട്ട് സംസാരിക്കണം. അപ്പോൾ നമ്മൾ ഓഡിയൻസ് ആരാന്ന് മനസ്സിലായി നമ്മൾ എന്ത് ചെയ്യണം? അവർക്ക് മനസ്സിലാവുന്ന എക്സാമ്പിൾസ് നമ്മൾ പറയണം. ഓക്കെ, അപ്പോൾ എന്താണ് അടുത്ത പോയിൻ്റ് എന്താണ്? കൺസിഡർ യുവർ ഓഡിയൻസ് ഫസ്റ്റ്. കൺസിഡർ യുവർ ഓഡിയൻസ് വൈൽ സെലക്ടിങ് യുവർ എക്സാമ്പിൾസ്. അങ്ങനെ നിങ്ങളുടെ ഭാഷയിൽ കൊടുക്കാം. Consider your audience by selecting your examples. പിന്നെ അടുത്തത് എന്താ വെച്ചാൽ യൂസ് സഫിഷ്യൻറ്റ് നമ്പർ ഓഫ് എക്സാമ്പിൾ ടു സപ്പോർട്ട് ദ മെയിൻ ഐഡിയ. യൂസ് സഫിഷ്യൻറ്റ് നമ്പർ ഓഫ് എക്സാമ്പിൾ ടു സപ്പോർട്ട് യുവർ ഐഡിയ. നിങ്ങൾക്ക് ഒരു നിങ്ങൾക്ക് നിങ്ങളെ സ്റ്റേറ്റ്മെൻറ്റ് പറയണമെങ്കിൽ 3 എക്സാമ്പിൾ വേണമെങ്കിൽ നിങ്ങൾക്ക് അത് ഉപയോഗിക്കാം. അല്ല ഒറ്റ എക്സാമ്പിളോട് തന്നെ ക്ലിയർ ആക്കാൻ പറ്റുമെങ്കിൽ ഒറ്റ എക്സാമ്പിൾ ഉപയോഗിക്കാം. ദാറ്റ് ഈസ് അപ് ടു യു, അപ് ടു ദ റൈറ്റർക്ക് ക്യാൻ യൂസ് many examples in an illustrative essay. പിന്നെ illustration with images, graphs, chart depending on the discipline you are writing for. അപ്പോൾ we use illustration in accordance with the discipline demands. നിങ്ങളെ ഡിസിപ്ലിൻ ഡിമാൻഡ് ചെയ്യുന്ന അതിനനുസരിച്ച് ഇല്ലുസ്ട്രേഷൻ, അത് ഇമേജസ് ആവാം, ഗ്രാഫ്സ് ആവാം, ചാർട്ടാവാം, നിങ്ങൾക്ക് ഉപയോഗിക്കാം. യൂസ് examples or images, photograph, whatever it may be, in accordance with the discipline demands. Discipline demand ചെയ്യുന്നതിനനുസരിച്ചുള്ള എക്സാമ്പിൾസ്, ഫോട്ടോഗ്രാഫി എന്താ വെച്ചാൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം. അടുത്ത പോയിന്റ് വളരെ ഇമ്പോർട്ടൻറ്റ്. സസ്റ്റെയിൻ ദ പോയിന്റ് ഓഫ് വ്യൂ ത്രൂ ഔട്ട് ദ എസ്സേ. നിങ്ങൾ ആ ഒരു പോയിന്റ് ഓഫ് വ്യൂ ഉണ്ടല്ലോ, എന്ത് കാര്യം, എന്ത് ഐഡിയയാണ് നിങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നത്, ഓഡിയൻസിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നത്, അതിൽ സസ്റ്റെയിൻ ചെയ്യാൻ നിങ്ങൾ സ്റ്റിക്ക് ഓൺ ചെയ്യണം, അതിലൊന്നും ഉറച്ചു നിൽക്കണം. സസ്റ്റെയിൻ ദ പോയിന്റ് ഓഫ് വ്യൂ ത്രൂ ഔട്ട് ദ എസ്സേ. എക്സാമ്പിൾസ് ഉപയോഗിച്ചിട്ട്
ടോപ്പിക്കിൽ നിന്ന് വ്യതിചലിച്ച് പോവാൻ പാടില്ല. യൂസ് ഓഫ് ട്രാൻസിഷൻ ഫ്രേസസ് ആൻഡ് ഇല്ലുസ്ട്രേഷൻ ഫ്രേസസ്. അതിന് എക്സാമ്പിൾ എന്തൊക്കെയാണ്? ഫോർ എക്സാമ്പിൾ, ഫോർ ഇൻസ്റ്റൻസ്, ടു ഇല്ലുസ്ട്രേറ്റ് എ കേസ് ഇൻ പോയിന്റ് ഈസ്, ഹിയർ ആർ ഫ്യൂ എക്സാമ്പിൾസ്, ഇൻ പെർട്ടിക്കുലർ, സ്പെസിഫിക്കലി, ഇൻ ദ കേസ്, വൺ എക്സാമ്പിൾ, അനദർ എക്സാമ്പിൾ. ഇങ്ങനത്തെ നമുക്ക് ട്രാൻസിഷൻ ഓർ ഇല്ലുസ്ട്രേഷൻ ഫ്രേസസ് ഉപയോഗിക്കാം. നിങ്ങൾക്ക് അറിയുന്നല്ലേ, ഫോർ ഇൻസ്റ്റൻസ്, ഫോർ എക്സാമ്പിൾ, ഇൻ പെർട്ടിക്കുലർ, സ്പെസിഫിക്കലി, വൺ എക്സാമ്പിൾ, അനദർ എക്സാമ്പിൾ. ഇങ്ങനത്തെ ഇല്ലുസ്ട്രേറ്റീവ് ഫ്രേസസ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഇന്ന് നമ്മൾ പറഞ്ഞത് എന്താണ്? റെട്രിക്കൽ മോഡാണ്. നമ്മൾ ഫസ്റ്റ് റെട്രിക്കൽ മോഡ് എന്താണെന്ന് പറഞ്ഞിരുന്നു. എന്താണ്? ഓഡിയൻസിന് നമ്മൾ പറയുന്നത് വളരെ വ്യക്തമായിട്ട് ഇഫക്റ്റീവായിട്ട് അവരിലേക്ക് എത്തിക്കാൻ ഉപയോഗിക്കുന്ന ടൂൾസിനെയാണ്, ആ സ്ട്രാറ്റജിയാണ് നമ്മൾ റെട്രിക്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ നമ്മൾ നരേഷൻ എന്നുള്ള റെട്രിക്ക് പറഞ്ഞു. നെക്സ്റ്റ് നമ്മൾ പറഞ്ഞു ഡിസ്ക്രിപ്ഷൻ ആയിരുന്നു. ഇന്ന് നമ്മൾ പറയുന്നത് ഇല്ലുസ്ട്രേഷനാണ്. ഇല്ലുസ്ട്രേഷൻ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ആദ്യം വരേണ്ടത് എന്താണ്? ഈസ് എ റെട്രിക്കൽ മോഡ് aimed at explaining something with examples. എക്സാമ്പിൾ സഹിതം നമ്മൾ എന്തിനെങ്കിലും വിശദീകരിക്കുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇല്ലുസ്ട്രേഷനോട് ഉദ്ദേശിക്കുന്നത്. പിന്നെ നമ്മളോട് പറഞ്ഞിരുന്നു എന്തിനാണ് നമ്മൾ ഇല്ലുസ്ട്രേഷൻസ് ഉപയോഗിക്കുന്നത്? in order to get clear idea about what exactly you are trying to explain. in order to get clear idea you have to use many examples. നിങ്ങൾക്ക് ഒരുപാട് എക്സാമ്പിൾസൊക്കെ ഉപയോഗിക്കാൻ പറ്റുമെന്ന് പറയുകയാണ്. പിന്നെ അതിൻ്റെ ഫീച്ചേഴ്സാണ് നമ്മൾ പറയുന്നത്. എന്തൊക്കെയായിരുന്നു ഫീച്ചേഴ്സ്? ഫസ്റ്റ് എന്താണ്? പ്രസൻസ് എ കൺട്രോളിങ് ഐഡിയ വിത്ത് എക്സാമ്പിൾ ആണ്. രണ്ടാമത്തത് എക്സാമ്പിൾ സെർവ് ആസ് എ എവിഡൻസ് ഓഫ് യുവർ സ്റ്റേറ്റ്മെൻറ്റ്. പിന്നെ പറഞ്ഞത് യൂസ് അപ്രോപ്രിയേറ്റ് എക്സാമ്പിൾ ഫോർ യുവർ ടോപ്പിക്. പിന്നെ പറഞ്ഞത് കൺസിഡർ ദ ഓഡിയൻസ്. പിന്നെ പറഞ്ഞത് യൂസ് സഫിഷ്യൻറ്റ് നമ്പർ ഓഫ് എക്സാമ്പിൾ സ്യൂട്ട് ഫോർ യുവർ ടോപ്പിക്. പിന്നെ ഗ്രാഫ്സ്, ചാർട്ട്, ഇമേജസ് ഒക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാം വെൻ എവർ യുവർ ഡിസിപ്ലിൻ ഡിമാൻഡ്സ്. നിങ്ങളുടെ ഡിസിപ്ലിൻ അനുസരിച്ച് നിങ്ങൾക്ക് ഉപയോഗിക്കാം. പിന്നെ പറഞ്ഞത് എക്സാമ്പിൾസ് ആർ ഓർഗനൈസ് യൂസിങ് പ്രോപ്പർ മെത്തേഡ്. ഞാൻ വിട്ടുവരുന്നല്ലേ, എക്സാമ്പിൾസ് ആർ ഓർഗനൈസ് യൂസിങ് പ്രോപ്പർ മെത്തേഡ്. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇമ്പോർട്ടൻസിനനുസരിച്ച് അതിനെ അറേഞ്ച് ചെയ്ത് വെക്കണം. ഓരോ എക്സാമ്പിൾ, ഇപ്പം 3 എക്സാമ്പിൾ ഒരു ഐഡിയക്ക് നമ്മൾ പറയുന്നുണ്ടെങ്കിൽ ആ 3 എക്സാമ്പിളിൽ അതിൻ്റെ ഇമ്പോർട്ടൻസിൻ്റെ അനുസരിച്ച് എന്ത് ചെയ്യണം? അറേഞ്ച് ചെയ്ത് വെക്കണം. ഓർഡർ ഓഫ് ഇമ്പോർട്ടൻസിനനുസരിച്ച് ഫസ്റ്റ്, പിന്നെ അതിലേറെ ഇമ്പോർട്ടൻറ്റ് കുറഞ്ഞ രണ്ടാമത്, കുറച്ചും കൂടെ കുറഞ്ഞത് മൂന്നാമത്, അങ്ങനെ വെക്കണം. പിന്നെയോ സസ്റ്റെയിൻ ദ പോയിൻ്റ് ഓഫ് വ്യൂ ത്രൂ ഔട്ട് ദ എസ്സേ. നിങ്ങൾ ആ ഐഡിയയിൽ, നിങ്ങൾ ആ പോയിൻ്റ് ഓഫ് വ്യൂവിൽ ഉറച്ചു നിൽക്കണം. ഇത്രയാണ് ഫീച്ചേഴ്സ് ഓഫ് ഇല്ലുസ്ട്രേഷൻ എന്നുള്ളത് നമുക്ക് പറയാനുള്ളത്. അപ്പം നമ്മളിപ്പോൾ റെട്രിക്കൽ മോഡ്സിൽ നരേഷൻ പഠിച്ചു, ഡിസ്ക്രിപ്ഷൻ പഠിച്ചു, ഇല്ലുസ്ട്രേഷൻ പഠിച്ചു അല്ലേ? 3 റെട്രിക്കൽ മോഡ് നമ്മൾ പഠിച്ചു. റെട്രിക്കൽ മോഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദ സ്ട്രാറ്റജി യൂസ്ഡ് ബൈ ദ writer to explain things very effectively to the readers. റീഡേഴ്സിന് വളരെ ഇഫക്റ്റീവായിട്ട് അവർ ഉദ്ദേശിക്കുന്ന രൂപത്തിൽ കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കാൻ ഒരു റൈറ്റർ ഉപയോഗിക്കുന്ന സ്ട്രാറ്റജിയാണ് റെട്രിക്കൽ മോഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. താങ്ക് യു.